ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ Canon എന്ന കമ്പനിയുടെ ചെക്ക് സ്കാനറായ Canon CR120 എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പും എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഈ സ്കാനറിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് യൂസിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് പറയുന്നത്. ഇതാണ് സ്കാനർ കനോണിൻ്റെ ഇമേജ് ഫോർമുല സീരീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മുകളിൽ തന്നെ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ ചെയ്യാനുള്ള USB കേബിളാണ് ഈ കാണുന്നത്. പവർ കേബിൾ അതിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഇതൊരു കാട്രിഡ്ജാണ്. അത് ചെറുതായിട്ടൊന്ന് പ്രിൻറ്റ് ചെയ്യാൻ, നമ്മൾ ചെക്ക് സ്കാനറാണത്, അപ്പോൾ അതിൽ ചെറുതായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനുള്ള കാട്രിഡ്ജാണത്. അത് വിത്തൗട്ടിലും വരുന്നുണ്ട്, വിത്തൗട്ടും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഡ്രൈവറുള്ളും പിന്നെ യൂസർ മാനുള്ളൊരു കിറ്റാണ് ഈ കാണുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പം അത് മാറ്റിച്ചു. പിന്നെ ഈ പവർ കേബിൾ വിത്ത് അഡാപ്റ്ററാണ് ഈ വരുന്നത്. ഇനി നമുക്ക് പ്രിൻ്റർ സ്കാനർ കാണാം. അതിനായി ഈ പേപ്പർ പീസ് ഇത് ഒഴിവാക്കുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ സ്കാനർ. ഒരു ചെറിയ പീസ് ഉണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബോക്സിൽ നിന്നും സ്കാനർ എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ കവർ ഒഴിവാക്കാം. ശേഷം ഈ കാണുന്ന എല്ലാ ടാപ്പുകളെല്ലാം റിമൂവ് ചെയ്യണം. ഒരിക്കലും ഈ സമയത്ത് സ്കാനർ ഓൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ എല്ലാ ടാപ്പുകളും ഫുള്ള് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുക. ഇതിലെങ്ങനെ ഹെഡ് അതിൽ കാട്രിഡ്ജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പറയുന്നു. ഏകദേശം നമ്മൾ എല്ലാ ടാപ്പുകളും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട്, പേപ്പർ ജാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാനുള്ള. ഇനി നമുക്ക് ഹെഡ് ഇൻസെർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മുകളിലൊരു ടോപ്പ് ഊരിയെടുക്കുന്നു. ശേഷം ഈ ടോപ്പിൻ്റെ ഗ്യാപ്പിലാണ് നമുക്ക് കാട്രിഡ്ജ് വെക്കാനുള്ളത്. അപ്പോൾ ഇതിന് വരുന്ന കാട്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 745 സീരീസ് കാട്രിഡ്ജുകളാണ് വരുന്നത്. ആ കാട്രിഡ്ജ് മാത്രമേ ഇതിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കാട്രിഡ്ജിൻ്റെ ബോക്സിൽ നിന്ന് നമ്മൾ കാട്രിഡ്ജ് എടുത്തു. പിന്നെ യെല്ലോ ടാഗ് റിമൂവ് ചെയ്തു. ശേഷം നമുക്ക് ഹെഡ് കാട്രിഡ്ജ് ഇൻസേർട്ട് ചെയ്യാം. ഒരിക്കലും കാട്രിഡ്ജിൻ്റെ പിന്നുമ ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ കാട്രിഡ്ജ് വെക്കുന്നത് ഈ ഒരു രീതിയിൽ വെക്കാനും പാടില്ല. ഇത് റോങ് ആയ മെത്തേഡാണ്, ശ്രദ്ധിക്കണം. യഥാർത്ഥ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. ഒരിക്കലും റോങ് ആയ രീതിയിൽ വെച്ചുകൊണ്ട് കാട്രിഡ്ജ് ഡാമേജ് ആക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയല്ല വെക്കേണ്ടത്. യഥാർത്ഥത്തിൽ വെക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് ഈ രീതിയിലാണ് വെക്കേണ്ടത്. ഓക്കെ, അതായത് ബാക്ക് സൈഡ്, കാട്രിഡ്ജിൻ്റെ ബാക്ക് സൈഡ് പ്രിൻ്ററിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ ജസ്റ്റ് അതിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കും. ശേഷം ബാക്കോട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കാവും അവിടെ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പൊസിഷന്. അപ്പോൾ ഈ പൊസിഷൻ തന്നെ കാട്രിഡ്ജ് യൂസ് ചെയ്യുക. ശേഷം ആ ലോക്ക് ചെയ്യുക. പിന്നെ ഈ ടോപ്പ് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ സ്കാനർ ഓൺ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങും യൂസേജും കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ചെക്ക് വെച്ച് സ്കാൻ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, ബൈ.